നമസ്കാരം, എല്ലാവർക്കും സജസ് ടേസ്റ്റി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഫിഷ് കൊണ്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവുമോ എന്നറിയില്ല. ഇതാണ് ഫിഷ് പൊടിമാസ്. ഇത് ഞാൻ തയ്യാറാക്കുന്നതാണ്. എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടെ വേണ്ടി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ദശ കട്ടിയുള്ള മുള്ളു കുറഞ്ഞ ഏത് മീൻ വേണം എടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു നാരങ്ങ. ഈ നാരങ്ങ നീര് ഉപയോഗിച്ചാണ് ഇത് മിക്സ് ചെയ്യേണ്ടത്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതെല്ലാം ഈ മീനിലേക്ക് നല്ലതുപോലെ പുരട്ടി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഒരു വലിയ സവാള, ഒരു ടൊമാറ്റോ, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. അതായത് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. നിങ്ങൾക്ക് ഏത് എണ്ണ വേണോ ഉപയോഗിക്കാം. അതിലേക്ക് മീനിട്ട് വറുത്തെടുക്കാം. ഇനി ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ടൊമാറ്റോയും എല്ലാം കൂടെ ചോപ്പറിലിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു സൈഡ് പൊരിഞ്ഞ മീനിനെ മറിച്ചിട്ട് കൊടുക്കാം. ഇത് മോദ മീനാണ്. മീന് 2 സൈഡും വെന്തിട്ടുണ്ട്. നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ പൊരിച്ചെടുത്താൽ മതി. ഇനി ഈ പാനിലേക്ക് ഇതിലേക്ക് ഈ ചോപ്പ് ചെയ്ത എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. ഇത് മീനിലേക്ക് പുരട്ടിയതിൻ്റെ ബാക്കി കുറച്ച് അരപ്പതിലുണ്ടാവും. അത് ഈ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ തൂകാം. ഇനി ഈ പൊരിച്ച് വെച്ച മീനെല്ലാം ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാം. കൈ കൊണ്ട് വേണമെങ്കിലും ഇളക്കാം. ആ മുള്ളെല്ലാം മാറ്റണം. ഇതുപോലെ ഇളക്കി നന്നായിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. എല്ലാം മുള്ളും ചെറിയ മുള്ള് വരെ അതിൽ നിന്ന് മാറ്റി കൊടുക്കണം. ഞാൻ എല്ലാം എൻ്റെ മുള്ളെല്ലാം മാറ്റി ഇതുപോലെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കാം. എന്നാൽ ഇനി ഇളക്കുമ്പോൾ തീരെ മീനും പൊടിഞ്ഞു പോകരുത്. ആ തരത്തിൽ നമ്മൾ ഇളക്കിയെടുക്കും. ഇനി കുറച്ച് മല്ലിയില കൂടെ ഇതിന് മേളിലേക്ക് തൂകി ഒന്ന് നന്നായിട്ട് ഇളക്കി നമുക്ക് സെർവ് ചെയ്യാം. ആഹാ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള കൊതി ഊറുന്ന ഫിഷ് പൊടിമാസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, പുട്ട് എന്നിവയുടെ കൂടെയും കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. നല്ല ചമ്പാവരി ചോറും സാമ്പാറും ഈ ഫിഷ് പൊടിമാസും കൂടെ കഴിക്കാൻ എന്തൊരു ടേസ്റ്റായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ പ്രിപ്പയർ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.